السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. رب زدنا علما. നമ്മൾ 8 പാർട്ടായിട്ട് കഴിഞ്ഞു. ഗ്രാമറിൻ്റെ ടിപ്സ് മാത്രമായിട്ടുള്ള അല്ലേ. അപ്പം കഴിഞ്ഞ എക്സാം, അതായത് ഗ്രാമറിൻ്റെ സെക്കൻഡ് എക്സാം കഴിഞ്ഞപ്പം പലർക്കും അതായത് ഫസ്റ്റ് പോർഷനിലുള്ള ദമീർ മുത്തസിലിൻ്റെ കാര്യങ്ങൾ മറന്നുപോയതും പിന്നെ അതിനെ മാദിയായിട്ട് കമ്പൈൻ ചെയ്യാനുള്ള ഒരു ചെറിയൊരു പ്രയാസം എക്സാമിൻ്റെ സമയത്ത് പറഞ്ഞിരുന്നു. പക്ഷെ എക്സാം കഴിഞ്ഞ് ഡിസ്കസ് ചെയ്തപ്പോൾ മനസ്സിലായി, അതുകൊണ്ട് മൊത്തത്തിൽ ഒരു ടെസ്റ്റ് ഇടണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻഷാല്ലാ നമുക്ക് ഒന്നെങ്കിൽ ഈ ഒരു വലിയ പെരുന്നാളിൻ്റെ ബ്രേക്കിൻ്റെ ഒരു വീക്ക് ഉണ്ടല്ലോ, ആ ആഴ്ച കഴിഞ്ഞിട്ട് വരുന്ന മൺഡേയോ, ഇനി അതല്ല എനിക്ക് ഈ വരുന്ന ഏതെങ്കിലും ആഴ്ചകളിൽ തഫ്സീർ ക്ലാസ് എടുക്കാൻ ഒരു പ്രയാസം ഉണ്ടെങ്കിൽ ആ ആഴ്ച നമുക്ക് ആ ടെസ്റ്റ് ഇടാം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പം മുതലേ ആ ഒരു 1 മുതൽ 8 വരെയുള്ള പാർട്സ് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ, എല്ലാം ഒരു അരമണിക്കൂർ ക്ലാസ്സുകളാണെന്ന് തോന്നുന്നു, ഒന്ന് ഓടിച്ചു വിട്ട് കേട്ട് നോക്കുക. അപ്പം എപ്പോൾ വേണമെങ്കിലും ആ ഒരാഴ്ച എക്സാമിന്, അതായത് 1 മുതൽ 8 വരെയുള്ള പാർട്സിന്റെ എക്സാം ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ആഴ്ച മൊത്തത്തിലൊന്ന് റിവിഷൻ ചെയ്തിട്ട് എഴുതാൻ പറ്റുന്ന പോലെ റെഡി ആയിട്ടിരിക്കുക എല്ലാവരും. അതിനിടക്ക് നമുക്ക് അടുത്ത പാർട്ട് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യാം. അതിന് സെപ്പറേറ്റ് തന്നെ എക്സാം വെക്കുകയും ചെയ്യാം. ഇപ്പം കുറച്ച് ആൾക്കാർക്ക് കയറാൻ ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ആദ്യത്തെ 2 എക്സാമിൻ്റെ പോർഷൻസ് ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിട്ടിട്ട് കണ്ടിട്ട് പോവാം. കാരണം മറന്നവർക്കൊക്കെ ഒന്ന് ഓർത്തെടുക്കുകയും ചെയ്യാം. ഓക്കെ, നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് അറബിയിൽ 3 ടൈപ്പ് വാക്കുകളാണ്. ഇസ്മ, ഫിഅല്, ഹർഫ്. ഇസ്മ എന്ന് പറഞ്ഞാൽ നൗണ് അല്ലെങ്കിൽ നാമങ്ങൾ, ഫിഅല് എന്ന് പറഞ്ഞാൽ ക്രിയ അല്ലെങ്കിൽ വേർബ്, അൽ ഹർഫ് എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾ അല്ലെങ്കിൽ അവ്യയം. അത് സ്വന്തമായിട്ട് ഒരു അർത്ഥം ഉണ്ടാവില്ല, എന്നാൽ മറ്റൊരു വാക്കിന്റെ കൂടെ വരുമ്പോൾ അതിന് അർത്ഥം ഉണ്ടാവും അല്ലേ. ഇൻ, ഇൽ, മേൽ എന്നൊക്കെ പറയുന്ന പോലെയുള്ള, അല, ഇല, മിൻ എന്നൊക്കെ പറയുന്ന പോലെയുള്ള വാക്കുകളാണ് ഹർഫ്. പിന്നെ ഫിഅല് നമുക്കറിയാം, എന്തെങ്കിലും ഒന്നിന്റെ ഒരു ആക്ഷൻ, അതായത് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, ഒരു പ്രവൃത്തിനെ കുറിച്ച് പറയുന്ന വാക്കാണ് ഫിഅല്. അത് കതബ എഴുതി, യഖ്റുജു പുറപ്പെടുന്നു എന്നൊക്കെ പറയുന്ന പോലെ അത് പല ടെൻസുകളിലും വരാം. ഫിഅലിലേക്ക് നമ്മൾ മെല്ലെ കാലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് റഫായിട്ട് എന്താണെന്ന് അതറിയാം. അതായത് ഇസ്മ എന്ന് പറയുമ്പം ഇതല്ലാത്തതെല്ലാം ഇസ്മിൽ പെടും. അതായത് ഒരാളുടെ പേര്, സ്ഥലത്തിന്റെ പേര്, സാധനത്തിന്റെ പേര്. ഓക്കെ, മുഹമ്മദുൻ, ലന്തന, താവലത്തുൻ. ഇനി സർവനാമങ്ങൾ, ഐ, വി, ഞാൻ, നിങ്ങൾ, അന, നെഹ്നു എന്നൊക്കെ പറയുന്ന പോലുള്ള സർവനാമങ്ങൾ ഇത് ഇസ്മിൽ പെടും. ഇനി വിശേഷണങ്ങൾ, കബീറുൻ വലുത്, സ്വഗീറുൻ ചെറുത് അല്ലെ, അങ്ങനെയുള്ള വാക്കുകൾ ഒക്കെ എന്തായാലും ഇസ്മിൽ പെടും. അതായത് ഫിഅലും ഹർഫും അല്ലാത്തത് ഒക്കെ നമ്മൾ ഇസ്മിലാണ് പെടുത്തുന്നത്. പിന്നെ നമ്മൾ സാമ്പിൾസ് കണ്ടിരുന്നു. ഒരു ആയത്ത് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അറബിയിൽ എന്തും ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഇങ്ങനെ 3ആയിട്ട് തരംതിരിക്കാൻ പറ്റും അല്ലേ. ഫിഅലാണോ, ഹർഫാണോ, ഇസ്മാണോ എന്ന് നമുക്കത് തരംതിരിക്കാൻ പറ്റും. അതിന് നമ്മൾ എക്സാമ്പിൾസ് ഒക്കെ കണ്ടു. പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ആണ് റൂട്ട്. നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ കുറേ ലേറ്റ് ആയിട്ട് കയറിയ ആൾക്കാരുണ്ട്. അപ്പോൾ 100ാമത്തെ ആയത്തിലും 90, 80 ആ ഒരു ഏരിയയിലൊക്കെ കയറിയ ആൾക്കാർക്ക് ഈ നമ്മൾ കുറെ നാളായിട്ട് പറയുന്ന റൂട്ട്സ് അല്ലെ, ഇപ്പൊ നമ്മൾ റൂട്ടുകളൊന്നും വലിയ കാര്യമായിട്ട് പറയാറില്ല, കാരണം മിക്ക റൂട്ടുകളും റിപ്പീറ്റിംഗ് ആണ്. അതുകൊണ്ട് ആദ്യമേ ഉള്ളവർക്ക് അത് കുറച്ചൊന്ന് ഒരു ഹാൻഡി ആയിട്ട് അല്ലെങ്കിൽ ഒരു മനസ്സിലാവുന്ന ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ടാവും. പക്ഷെ ലേറ്റ് ആയിട്ട് വന്നവർക്ക് ഇതെന്താ ഇതെന്ന് മനസ്സിലാവാത്ത ഒരു അവസ്ഥയുണ്ട്. അവരൊക്കെ നിങ്ങൾക്ക് അറിയുന്നവരാണെങ്കിൽ അവരോട് ആദ്യത്തെ ഈ ക്ലാസ്സുകൾ, അതായത് നമ്മൾ ഗ്രാമർ ടിപ്സ് ക്ലാസ്സുകൾ കേൾക്കാൻ പറയാം. അതുപോലെ ആദ്യം മുതലുള്ള കുറച്ച് ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ അത് മനസ്സിലാവും. അപ്പം റൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അറബിയിലുള്ള ഏതൊരു വാക്കും ഒന്നെങ്കിൽ മോസ്റ്റ്ലി ഒരു 3 ലെറ്റർ റൂട്ടിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു 3 അല്ലെങ്കിൽ 4 ലെറ്റർ റൂട്ട്. നമ്മൾ ഇതുവരെ ഇപ്പൊ 102ാമത്തെ ആയത്തിലെത്തിയപ്പം ഒരൊറ്റ 4 ലെറ്റർ റൂട്ടാണ് നമ്മൾ കണ്ടത് അല്ലെ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഏതാണ് ആ വാക്ക് എന്ന് ആർക്കെങ്കിലും അറിയോ? ഇതുവരെ കണ്ടതിൽ ഒരൊറ്റ 4 ലെറ്റർ, അതായത് 4 ലെറ്റർ റൂട്ടായിട്ടുള്ള ഒരൊറ്റ വാക്കേ നമ്മൾ ഇത്രയും ഉള്ള ആയത്തുകളിൽ കണ്ടിട്ടുള്ളൂ. ആർക്കെങ്കിലും അറിയാം? അറിയെങ്കിൽ മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം.
زحزح مزهزه മുസഹ്സിഹി ബിമുസഹ്സിഹിഹി മാഷാ അല്ലാഹ്. അപ്പം ആ ഒരു വാക്ക് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ. ബാക്കിയൊക്കെ നമ്മൾ 3 ലെറ്റർ റൂട്ട്സ് ആണ് കണ്ടത്. അപ്പം എല്ലാ വാക്കുകളും ഇത് 3 or 4 ലെറ്റർ റൂട്ടിൽ നിന്നാണ് വരുന്നത്. അപ്പം നമ്മളതിന് കോമൺ ആയിട്ട് എടുക്കുന്ന ഒരു എക്സാമ്പിൾ ആണ് ഐൻ ലാം മീം. ഐൻ ലാം മീം എന്ന് വരുന്ന ഒരു വാക്കാണ് ഇൽമ. ഈ ഇൽമിന് തന്നെ പല രീതിയിൽ നമുക്ക് മാറ്റി എഴുതാൻ പറ്റും അല്ലെ. ഇൽമൻ, ആലിമൻ, അലീമൻ, താലീമൻ, മാലിമൻ, അലമ, ഇതൊക്കെ ഇൽമിൻ എന്ന് വരുന്നതായതുകൊണ്ട് ഈ റൂട്ടിന്റെ റൂട്ട് വേർഡ് ഇത് റൂട്ട് ലെറ്റേഴ്സ് ആണ്. ഓക്കെ, റൂട്ട് അക്ഷരങ്ങൾ, മൂലാക്ഷരങ്ങൾ, ഇത് റൂട്ട് വേർഡ് ആണ്. ഇത് ഈ അക്ഷരങ്ങളിൽ നിന്ന് വന്ന വേർഡ്. അപ്പം ഈ റൂട്ട് വേർഡിൽ നിന്നാണ് ഈ പറഞ്ഞ എല്ലാ വാക്കുകളും വന്നിട്ടുള്ളത്. അപ്പം എല്ലാത്തിന്റെയും മീനിങ് ഏകദേശം ഈ അൽമുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും അല്ലെ. അൽമ എന്ന് പറഞ്ഞാൽ അറിവ്, ആലിമൻ എന്താണ് അറിവുള്ള ആള്, താലീം വിദ്യാഭ്യാസം അല്ലെങ്കിൽ അറിവ് പകർന്നു കൊടുക്കുന്ന സിസ്റ്റത്തിനാണ് താലീം എന്ന് പറയുന്നത്. അലിമൻ അധ്യാപകൻ, അല്ലമ പഠിപ്പിച്ചു. ഓക്കെ, അങ്ങനെ ഇൽമിൽ നിന്ന് വരുന്ന എല്ലാ വാക്കുകൾക്കും ഇൽമുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാവും. അപ്പം ഇത് ഒരു ഈസി എന്താ പറയാ ഒരു മാത്തമാറ്റിക്കൽ ഫോർമുല പോലെയാണ് അറബിയിലുള്ള വാക്കുകളൊക്കെ. അപ്പൊ അത് പഠിക്കാൻ ഈസിയാണ്. ആദ്യമൊക്കെ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഇത് എന്താടാ ഈ റൂട്ട് എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 100ഓളം ആയത്തുകൾ ആദ്യം മുതലേ ഫോളോ ചെയ്ത് വന്നവർക്ക് കുറച്ചും കൂടെ എളുപ്പമായിട്ടുണ്ട്. അതിൽ മിക്ക വാക്കുകളും ഒരു ആയത്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ഓൾറെഡി കണ്ട റൂട്ടുകളാണ് അല്ലെങ്കിൽ മീനിങ്സ് ആണ്. ഇനി അതല്ലെങ്കിൽ അതേ റൂട്ടിൽ നിന്ന് വരുന്ന വേറൊരു ഫോമാറ്റിലുള്ള വാക്കാണ്. അപ്പം നമുക്കെല്ലാം ഒരു എന്താ പറയാ ഒരു എളുപ്പം കിട്ടും റൂട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ ജസ്റ്റ് ഇതിന് എക്സാമ്പിൾസ് കണ്ടു അല്ലെ. ഐൻ ലാം മീമിന് നമ്മൾ അതുവരെ പഠിച്ചിട്ടുള്ള ആയത്തുകളിലൊക്കെ വന്ന പല രീതിയിലുള്ള വാക്കുകൾ, യഅലമോൻ, തഅലമോൻ, അലീമോൻ, അലമോ, അല്ലമ, ഇൽമ, അല്ലംതന, അൽ അലീം. അപ്പം ഇതൊക്കെ ഇപ്പം നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഇതിനകത്ത് ചിലതൊക്കെ എന്താണ് മാദിയാണെന്ന് നമുക്ക് മനസ്സിലാവും അല്ലെ. ഇനി കുറച്ച് കഴിയുമ്പോൾ അത് മുതാരി ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇപ്പം അലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു അത് എന്താണ് സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലെ ഏറ്റവും അറിവുള്ളവൻ എന്ന് പറയുന്ന ഒരു വാക്കാണ് അക്ബർ, അലം, അഹ്റസ് അല്ലെ. നമ്മൾ കഴിഞ്ഞ ദിവസം അഹ്റസന്നാസി എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ഫോമാറ്റിൽ വന്നു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് മനസ്സിലാവും ഏതോ ഒരു കാര്യത്തിന്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രി, അതായത് ഗുഡ്, ബെറ്റർ, ബെസ്റ്റ് എന്ന് പറയുന്ന ആ ബെസ്റ്റ് പോലെ ഏറ്റവും ടോപ്പ് ആ ഒരു കാര്യത്തിൽ ഏറ്റവും ക്വാളിറ്റി കൂടിയ ഏറ്റവും അധികമുള്ള എന്നുള്ള അർത്ഥമാണ് അലം, അക്ബർ, അഹ്റസ്, അഹ്സൻ, അജ്മൽ എന്നൊക്കെയുള്ള വാക്കിന് അർത്ഥം. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മളെ സിസ്റ്റത്തിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുമ്പോൾ നമുക്ക് പിന്നെ ഇങ്ങനെ നമ്മളൊരു രക്തത്തിൽ അലിഞ്ഞ പോലെ ആയി മാറും അത്. ഓക്കെ, അപ്പം ഐൻ ലാം മീമിന്റെ എക്സാമ്പിൾസ് നമ്മൾ കണ്ടു. അതുപോലെ നമ്മൾ ഇതുവരെ ഉള്ള ആയത്തുകളിൽ വളരെ കോമൺ ആയിട്ട് അല്ലെങ്കിൽ ഖുർആൻ ത്രൂ ഔട്ട് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു റൂട്ടാണ് കാഫ് വാവ് ലാം അല്ലെ, കൗല്, കാല. അപ്പം അതിന്റെ ഡിഫറെന്റ് വേർഷൻസ് എക്സാമ്പിൾസ് നമ്മൾ കണ്ടു. ചിലർക്കൊക്കെ ബോർ അടിക്കുന്നുണ്ടാവും, റിപ്പീറ്റഡ് ആണ്. പക്ഷെ ആദ്യമായിട്ട് പഠിച്ചവർക്ക് എന്തുകൊണ്ടും വീണ്ടും 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 കേൾക്കുമ്പോൾ അതിങ്ങനെ നമ്മളിങ്ങനെ കോൺക്രീറ്റ് ഇട്ട പോലെ മനസ്സിൽ പതിയും. ഓക്കെ, അപ്പം ആ ഒരു ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എല്ലാവരും. ഇനി വേറൊരു ഒരു ഡീവിയേഷൻ നമ്മൾ പറഞ്ഞത് ഐൻ ലാം മീം എന്ന തന്നെ ആ ഒരു റൂട്ട് ലെറ്റേഴ്സിൽ നിന്ന് തന്നെ രണ്ടോ ഒന്നോ അതിൽ കൂടുതലോ റൂട്ട് വാക്കുകൾ വരാം. അപ്പം ഐൻ ലാം മീം എന്ന് വരുന്ന ഒരു റൂട്ട് വാക്ക് നമ്മൾ കണ്ടു ഇൽമുൻ അല്ലെ. വേറൊരു റൂട്ട് വേർഡാണ് അലം, ഇൽമുൻ, അലമുൻ. ഓക്കെ, ഇൽമുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അറിവാണ് അല്ലെ. അതുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകൾ നമ്മൾ കണ്ടു. എന്നാൽ അലമിൽ നിന്ന് വരുന്ന വാക്കുകളും നമുക്ക് ഉണ്ടായിരുന്നു. ഐൻ ലാം മീം തന്നെ റൂട്ട്, പക്ഷെ റൂട്ട് വേർഡ് അലം ആണ്. അലം എന്ന് പറഞ്ഞാൽ അടയാളം. ഓക്കെ, അപ്പം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അവിടെയും ഐൻ ലാം മീം തന്നെയാണ് റൂട്ട്, പക്ഷെ റൂട്ട് വാക്ക് അത് റൂട്ട് ലെറ്റേഴ്സ് ഐൻ ലാം മീം തന്നെയാണ്, പക്ഷെ റൂട്ട് വാക്ക് ഇൽമല്ല, പകരം അലം ആണ്. നമ്മൾ ഇതിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. എന്തുകൊണ്ടാണ് അലമീനും അലമും തമ്മിലുള്ള കണക്ഷൻ എന്താണ് അല്ലെ. ഭയങ്കര ഭംഗിയാണ് മാഷാ അല്ലാഹ് അതാ അങ്ങനെയൊക്കെ അറിയുമ്പോൾ ഈ റൂട്ട് ലെറ്റേഴ്സും റൂട്ട് വാക്കും നമുക്ക് വന്നിട്ടുള്ള വാക്കും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ ഒക്കെ പറയുമ്പോൾ അല്ലെ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, സുക്കൂൻ, സീൻ, കാഫ്, നൂൻ അല്ലെ. നമ്മള് മസ്കൻ ആ വാക്കുകളൊക്കെ പറഞ്ഞപ്പം അത് തമ്മിലുള്ള കണക്ഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് പിന്നെ ഒരിക്കലും മറക്കൂല. ഇപ്പം അത് സീൻ, കാഫ്, നൂൻ എന്ന റൂട്ടിൽ നിന്ന് വരുന്ന വാക്കുകൾ കാണുമ്പോഴും നമ്മുടെ മനസ്സിൽ കൂടെ അതൊക്കെ പോവും അല്ലെ. അപ്പൊ ആ ഒരു രീതിയിൽ പഠിക്കുമ്പം അറബി ഭാഷയോടും നമുക്കൊരു ഇഷ്ടം വരും, ഖുർആനിലെ ആയത്തുകളും അല്ലെങ്കിൽ വാക്കുകളോടും നമുക്കൊരു ഗ്രിപ്പ് കിട്ടും, ഒരു അറ്റാച്ച്മെന്റ് കിട്ടും. അപ്പം അതേപോലെ തന്നെ വന്ന വേറൊരു ആയത്താണ് അന്നി ഫദ്ദൽതുകും അലൽ ആലമീൻ. അപ്പം ആലമീൻ ഇവിടെ ഐൻ ലാം മീം റൂട്ട് ലെറ്റേഴ്സ്,
അലമുൻ എന്ന് പറയുന്നത് റൂട്ട് പദം, റൂട്ട് വേർഡ്. എന്നാൽ ഇൽമ എന്ന് പറയുന്ന വേറൊരു റൂട്ട് വേർഡും ഐൻ ലാം മീമിൽ നിന്ന് വരാം. അപ്പം ആ ഒരു റൂട്ട് വേർഡ് വ്യത്യാസം വരാം എന്നുള്ള ഒരു കോൺസെപ്റ്റ്. അതിനുള്ള വേറൊരു ഉദാഹരണം നമ്മൾ കണ്ടത് ഹ യ യ. ഹ യ യ എന്നുള്ള റൂട്ട് ലെറ്റേഴ്സിൽ നിന്ന് വരുന്ന രണ്ട് വാക്കുകളാണ് ഹയാത്ത്. ഹയാത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജീവിതം. ഹയാ, ഹയാ എന്ന് പറഞ്ഞാൽ ലജ്ജ, അല്ലെ? അപ്പം അതിന് രണ്ടിനും ഉള്ള വാക്കുകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്നല്ലാഹു ലാ യസ്തഹി, അള്ളാഹു ലജ്ജിക്കുന്നില്ല, അല്ലെ? കൊതുകിനെ പോലും ഒരു ഉദാഹരണമാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അവിടെ റൂട്ട് ഹായായ തന്നെയാണ്, പക്ഷെ റൂട്ട് ലെറ്റേഴ്സ് ഹായായ തന്നെയാണ്, പക്ഷെ റൂട്ട് പദം ഹയാ ആണ്, ലജ്ജയാണ്. എന്നാൽ അത് കഴിഞ്ഞിട്ട് വന്ന ഒന്ന് രണ്ട് ആയത്തുകളിൽ ഫഅഹ്യാക്കും യുഹ്യീക്കും, ഇവിടെയും റൂട്ട് ലെറ്റേഴ്സ് ഹയായ തന്നെയാണ്, പക്ഷെ റൂട്ട് പദം എന്താണ്? ഹയാത്താണ്. കാരണം ജീവിപ്പിക്കുന്നതിനെ കുറിച്ചും, അല്ലെ? അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. യസ്തഹ്യൂന നിസാഅക്കും, സ്ത്രീകളെ ജീവിക്കാൻ വിടുക, അല്ലെ? അപ്പം അവിടെയും ഹ യാ തന്നെയാണ്, പക്ഷെ ഹയാത്താണ് റൂട്ട് പദം. അപ്പം ആ ഒരു കോൺസെപ്റ്റ് മനസ്സിൽ ഉണ്ടായിരിക്കുക റൂട്ടിനെ കുറിച്ച്. അതായത് ഒരേ റൂട്ട് ലെറ്റേഴ്സിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള റൂട്ട് പദങ്ങൾ, റൂട്ട് അക്ഷരങ്ങളിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള റൂട്ട് വാക്കുകൾ വരാം. അപ്പം ആ റൂട്ട് വാക്കിന്റെ മീനിങ്, ഇവിടെ ഹയാത്തിന്റെ മീനിങ് ജീവിതവും ഹയാന്റെ മീനിങ് ലജ്ജയുമാണ്. അപ്പം അതിനനുസരിച്ച് എന്താവും? ഇത് മാറും. നമുക്ക് അടുത്ത ആയത്ത്, അതായത് 102-ലല്ലേ നമ്മളിപ്പോ 103, എനിക്കൊന്ന് 104-ാമത്തെ ആയത്തില് ഇതുപോലെ ഒരു കാര്യം വരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഒരു റൂട്ട് ലെറ്ററിലുള്ള വ്യത്യാസം കൊണ്ട് അള്ളാഹു ആ വാക്കേ ഉപയോഗിക്കരുത് എന്ന് പറയുന്ന റായിന, നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നവർക്ക് അറിയാം, അല്ലെ? റായിന എന്ന് പറയരുത്, പകരം ഉന്തുർന എന്ന് പറയാൻ വേണ്ടിയിട്ട് പറയുന്നത്. അപ്പം അവിടെ നമുക്ക് ഈ ഒരു കാര്യം കിട്ടും. അതായത് ഒരേ വാക്കിന് റൂട്ട് മാറുന്നത് കൊണ്ട് അതിന്റെ അർത്ഥം, ഈവൻ ഇംപ്ലിക്കേഷൻ വരെ മാറിപ്പോകുന്ന രീതിയിലുള്ള ഒരു കോൺസെപ്റ്റ്. ഇൻഷാ അല്ലാഹ് നമുക്കത് ആയത്ത് പഠിക്കുമ്പോൾ പറയാം. അപ്പം റൂട്ടുകളെ കുറിച്ച് ഇനി ഒരു കാര്യം കൂടെ ഉള്ളത് എന്താന്ന് വെച്ചാല്, റൂട്ടില് കുരുത്തം കെട്ട കുറച്ച് ലെറ്റേഴ്സ് ഉണ്ട്. വാവ്, അലിഫ്, യ. ഓക്കെ, വൈ എന്ന് പറയാം. നമുക്ക് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ വൈ എഴുതിയത് കേട്ടോ. അതിന്റെ കുഴപ്പം എന്താന്ന് വെച്ചാൽ, ഇത് ചില സമയത്ത് ആ റൂട്ടിൽ നിന്ന് പദം ഉണ്ടാവുമ്പം ഡ്രോപ്പ് ആയി പോകും. ഇതിനകത്ത് ഏതെങ്കിലും ഒരു ലെറ്റർ ഡ്രോപ്പ് ആയി പോകും. അതിനൊരു ഉദാഹരണമാണ് നമ്മളുടെ നസ്തായീൻ. നസ്തായീന്റെ റൂട്ട് എന്ന് പറയുന്നത് ഐൻ വാവ് നൂനാണ്. ഇത് നമ്മൾ സീൻ താ ഒക്കെ എന്താന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നൂൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്നാണ്. അത് നമുക്ക് ഇന്ന് മുതാരി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. പിന്നെ സീൻ താ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി സീക്ക് ചെയ്യുക, തേടുക, ഓക്കെ, ചോദിക്കുക എന്നൊക്കെ അർത്ഥം. ഐൻ, ബാക്കിയുള്ള ഭാഗം ഐനിൽ നിന്നാണ് നമുക്ക് അതിന്റെ റൂട്ട് ഡിറൈവ് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ റൂട്ട് എന്താണ്? ഐൻ വാവ് നൂനാണ്. ഐൻ യാ നൂനല്ല, ഐൻ വാവ് നൂനാണ്. പക്ഷെ അത് വാക്കിലേക്ക് വന്നപ്പം ഈ വാ പോയിട്ട് പകരം യാ വന്നു. ഇങ്ങനത്തെ കുറച്ച് കുരുത്തം കെട്ട റൂട്ടുകൾ വേറെയുണ്ട്. അത് നമ്മൾ പറഞ്ഞിരുന്നു, തൽക്കാലം നിങ്ങൾ പഠിച്ചു വെക്കുക. അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചു വെക്കുക. കാരണം അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഒരുപാട് സർഫിന്റെ കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടി വരും. ഇപ്പം നമുക്ക് അത്രയും ആവശ്യമില്ല. നമുക്ക് ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. അപ്പം ഈ 3 ലെറ്റേഴ്സിനെ ഓർത്ത് വെക്കുക. ഇത് വരുന്ന റൂട്ടുകൾ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ പറ്റുമെങ്കിൽ അത് പഠിച്ചു വെക്കുക. ഇനി പറ്റൂല എന്നുണ്ടെങ്കിൽ അതങ്ങ് വിട്ടേക്കുക. കാരണം ഇത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. നമുക്കൊരു എന്താ പറയാ, ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റൂട്ട് ലെറ്റേഴ്സ് പഠിക്കുന്നത്. നിങ്ങൾക്ക് തീരെ പറ്റൂല എന്നുണ്ടെങ്കിൽ പോട്ടെ, അത് വേണ്ട. നമുക്ക് എല്ലാം ഒന്നും നമുക്ക് വാരി പിടിക്കാൻ പറ്റൂലല്ലോ. പറ്റുന്നതൊക്കെ എടുക്കുക ഇൻഷാ അല്ലാഹ്. പിന്നെ ഇതിനൊരു ഉദാഹരണമാണ് നമ്മൾ കുറേ കാണുന്ന ഒരു റൂട്ടാണ് വാവ്, ഖാഫിയ, വിഖായ, തഖ്വ, തത്തഖൂൻ, മുത്തഖീൻ, ഫത്തഖൂ. അതൊക്കെ എന്തിൽ നിന്ന് വരുന്നതാണ്? വാവ്, ഖാഫ്, യ. ഈ കുരുത്തം കെട്ട രണ്ട് ലെറ്റേഴ്സ് ഇതിനകത്തുണ്ട്, വാവുണ്ട്, യാവുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വാക്കായി വരുമ്പോൾ ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത പോലെ തോന്നും. അപ്പൊ ഐൻ ലാം മീം, അൽമിൽ നിന്ന് വരുന്ന അലീമും താലീമും അല്ലമയും ഒക്കെ അവിടെയൊക്കെ ഐൻ ലാം മീം നമുക്ക് കാണാം, അല്ലെ? പക്ഷെ ഈ വിഖായ, വാവ്, ഖാഫ്, യ എന്നുള്ള റൂട്ടിൽ നിന്ന് വരുന്ന വാക്കിലും മിക്കതിലും വാ ഉണ്ടാവില്ല, അല്ലെ? മുത്തഖീൻ എന്ന് കാണുമ്പോൾ അതിനകത്ത് വാ ഇല്ല. തത്തഖൂ എന്ന് പറയുമ്പോൾ അതിനകത്ത് യാ ഇല്ല. ഫത്തഖൂ എന്ന് പറയുമ്പോൾ യാ ഇല്ല. അപ്പം ഇത് എവിടെയാ പോണേന്ന് നമുക്ക് മനസ്സിലാവില്ല. ഓക്കെ, അപ്പം ഈ കുരുത്തം കെട്ട ലെറ്റേഴ്സ്, നോട്ടി ലെറ്റേഴ്സ്, വാവ്, അലിഫ്, യാ വരുമ്പം ഇതുപോലെ ഡ്രോപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അത് ഓർത്ത് വെക്കുക.
അങ്ങനെയുള്ള റൂട്ട്സ് വരുമ്പോൾ പറ്റുമെങ്കിൽ ബൈഹാർട്ട് പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ മാറ്റി എഴുതി വെക്കുക. നിങ്ങളുടെ ബുക്കിനകത്ത് വേറൊരു പേജിൽ അത്തരം റൂട്ട്സ് മാത്രം മാറ്റി എഴുതി വെക്കുക. അപ്പൊ നമുക്ക് ഇങ്ങനെ വീണ്ടും വീണ്ടും കാണുമ്പം എന്ത് കാര്യവും വീണ്ടും വീണ്ടും കാണുമ്പോൾ വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മളുടെ സിസ്റ്റത്തിലേക്ക് അതങ്ങ് കയറിക്കോളും. ഹിഫ്ലു പഠിക്കുന്നതിന്റെ തന്നെ ബേസ് അങ്ങനെയാണല്ലോ അല്ലെ. നമ്മൾ അർത്ഥം വെച്ച് ഓർത്ത് വെച്ചൊന്നും ഓതാൻ നിന്ന് കഴിഞ്ഞാൽ ഹിഫ്ലു കുറെ കാലം കഴിയുമ്പോൾ നമുക്ക് വിട്ടുപോകും. പക്ഷെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് 25-100 പ്രാവശ്യം കേൾക്കുമ്പോൾ അത് നമ്മുടെ സിസ്റ്റത്തിലേക്ക് അങ്ങ് ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പം അതുപോലെ നമ്മൾ എഴുതി വെക്കുക, എഴുതിയത് വീണ്ടും വീണ്ടും കാണുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കത് കിട്ടും. അപ്പം ഇതാണ് ബേസിക്കലി റൂട്ട് കോൺസെപ്റ്റ്. ഓക്കെ, റൂട്ട് വേർഡ്സ്, റൂട്ട് ലെറ്റേഴ്സ് എന്നൊക്കെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ബാക്കി നമ്മളിങ്ങനെ ഓരോന്ന് കാണുമ്പോൾ അത് പഠിക്കുക എന്നുള്ളത്, അതായത് വാവ് അലിഫിയ വരുന്ന റൂട്ട്സ് ആണെങ്കിൽ പഠിച്ചു വെക്കുക. അല്ലാത്തത് നമുക്ക് കാണുമ്പോൾ തന്നെ ഏകദേശം ഊഹിക്കാൻ പറ്റും ഇന്നതാണ് റൂട്ട് എന്നുള്ളത്. ഓക്കെ, പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് പഠിച്ച ഒരു കാര്യമായിരുന്നു സർവനാമങ്ങൾ. ഓക്കെ, പ്രൊനൗൺസ് ഹുവ, അവൻ, അല്ലെ, ഹിയ, അവൾ എന്നൊക്കെ പറയുന്ന പ്രൊനൗൺസ്. കാരണം ഇത് ഖുർആനിൽ വളരെ കോമൺ ആയിട്ട് എല്ലാ മിക്ക ആയത്തുകളിലും ഏതെങ്കിലും രീതിയിൽ ഇത് റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് അതിന്റെ ഒരു അർത്ഥവും കാര്യങ്ങളൊക്കെ പിടികിട്ടി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സംഭവം വരുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിനകത്ത് കുറച്ച് സ്കിപ്പ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം ഹുവ, ഹുമ, ഹും ആണ് ആക്ച്വലി. ഹുവ എന്ന് പറഞ്ഞാൽ അവൻ, ഹുമ അവർ 2 പേർ പുരുഷന്മാർ, ഹും അവർ പുരുഷന്മാർ, അതായത് 2ൽ കൂടുതൽ പേര്. അപ്പം ഇവിടെ ഈ ഒരു ക്ലാസ്, ഈ ഒരു ടിപ്സ് എന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ട് ഗ്രാമർ അറിയുന്ന അല്ലെങ്കിൽ അറിയാത്ത ആൾക്കാർക്ക്, പുതിയതായിട്ട് പഠിക്കുന്നവർക്ക് മാത്രം വേണ്ടി പറഞ്ഞതുകൊണ്ട് എണ്ണം കുറയ്ക്കാൻ വേണ്ടി തൽക്കാലം ഹുമ ഒക്കെ, അൻതുമ അതൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്തതാണ്. കാരണം വളരെ കുറച്ചേ ഖുറാനിൽ അത് വരുന്നുള്ളൂ. ഖുറാനിൽ വരുന്നതിന് ഖുറാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളിത് പഠിക്കുന്നത് അല്ലെ. അങ്ങനെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ ഒരു റൗണ്ട് കഴിയുമ്പോൾ നമുക്ക് തിരിച്ച് അതും കൂടെ എടുത്തിട്ട് ഒന്നും കൂടെ ചെയ്യാം. ഈ വീണ്ടും 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 റൗണ്ട് അടിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതൊന്നും ഒറ്റ പ്രാവശ്യം പഠിച്ചു പോയി കഴിഞ്ഞാൽ കിട്ടൂല. നമുക്ക് ഞാൻ പറഞ്ഞില്ല, നമ്മളെ സിസ്റ്റത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങൂല. ഇത് പിന്നെയും 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 പറയുകയും കേൾക്കുകയും എഴുതുകയും ടെസ്റ്റ് എഴുതുകയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ നമ്മൾ പോലും അറിയാതെ, അല്ല നമ്മൾ പണ്ട് ചോറ് വെച്ച് പഠിച്ച പോലെ തന്നെ. ഇപ്പൊ ചോറിനെ നമുക്ക് അല്ലെ, ബിരിയാണി ഏത് ഉറക്കത്തിൽ വിളിച്ചെണീപ്പിച്ചാലും നമുക്ക് അതിന്റെ പാകവും കാര്യങ്ങളും ഒക്കെ അറിയാം. കാരണം നമ്മൾ വർഷങ്ങളായിട്ട് ചെയ്യുന്ന കാര്യമാണ് അല്ലെ. അതുപോലെ തന്നെയാണ് ഇതും. ഇതിനു വേണ്ടി നമ്മൾ എഫേർട്ട് ഇട്ട് കഴിയുമ്പോൾ ഇത് വീണ്ടും വീണ്ടും കേൾക്കുകയും കാണുകയും പഠിക്കുകയും എക്സാം എഴുതുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ ഇതിനകത്ത് എക്സ്പേർട്ട് ആയിപ്പോവും അല്ലെ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെയും പിന്നെയും പറയുന്നത് കേട്ടോ. എനിക്ക് പ്രയാസമാണെന്ന് വിചാരിക്കേണ്ട. കാരണം ഞാനും ഇത് പറയുമ്പം എനിക്കും വീണ്ടും വീണ്ടും പഠിക്കാനുള്ള ഒരു ചാൻസും കൂടെയാണ്. അപ്പൊ നമുക്ക് ചേർന്ന് നിന്ന് അങ്ങനെ പഠിക്കാം ഇൻഷാ അല്ലാഹ്. ഗ്രാമർ ക്ലാസ് നമ്മൾ വേറൊരു ഗ്രാമർ ക്ലാസ് നടക്കുന്നുണ്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട്. അവിടെ ഇങ്ങനെ തന്നെയാണ്, നമ്മൾ വീണ്ടും വീണ്ടും പറയും. ചിലപ്പം ചിലത് കേൾക്കുമ്പോൾ പുതിയതുപോലെ തോന്നും, ഇതുവരെ കേട്ടിട്ടില്ലാത്ത പോലെ. പക്ഷെ ഈ വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ അതങ്ങ് സിസ്റ്റത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങിക്കോളും. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് സർവനാമങ്ങൾ. അപ്പം ഹുവ അവൻ, ഹും അവർ, ഹിയ അവൾ, ഹുന്ന അവർ സ്ത്രീകൾ. ഓക്കെ, അവർ സ്ത്രീകൾ. അൻത നീ, അൻതും നിങ്ങൾ, അൻതി നീ സ്ത്രീലിംഗം, അൻതുന്ന നിങ്ങൾ സ്ത്രീലിംഗം. അതായത് നിങ്ങൾ 2ൽ കൂടുതൽ സ്ത്രീകൾ ഉണ്ടാവുമ്പോഴാണ് അൻതുന്ന യൂസ് ചെയ്യുന്നത്. അന ഞാൻ, നെഹ്നു ഞങ്ങൾ. അപ്പം ഇതിനൊക്കെ നമ്മൾ ഉദാഹരണങ്ങൾ ഖുറാനിൽ നിന്ന് കണ്ടു. അതൊന്നും ഇപ്പൊ നോക്കുന്നില്ല. നിങ്ങൾക്ക് പിന്നെ പുതിയ ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് പഴയ റെക്കോർഡിങ്സ് കേൾക്കാം. പഴയ ആൾക്കാരാണെങ്കിൽ ഇത് ജസ്റ്റ് പൊടി തട്ടലാണ്, നിങ്ങൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. ഇനി പ്രൊനൗൺസ് തന്നെ, അതായത് സർവനാമങ്ങൾ തന്നെ നീ ഞാൻ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ നിന്റെ, എന്റെ, നിങ്ങളുടെ, ഞങ്ങളുടെ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യണം അല്ലെ. നിന്റെ ബുക്ക്, അവന്റെ ബുക്ക്, അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ യൂസേജ്? അതായത് ഹുവ എന്ന് പറഞ്ഞാൽ അവനാണ്. എന്നാൽ അവന്റെ ബുക്ക് എന്ന് എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതാന്ന് വെച്ചാൽ, ഇപ്പം ഒരു ഇസ്മ, കിതാബ് എന്നുള്ള ഇസ്മിന്റെ കൂടെ ഹു. ഓക്കെ, കിതാബു ഹു. അല്ലെങ്കിൽ ചില സിറ്റുവേഷനിൽ ഹി വരും. ഹി വരുന്ന സിറ്റുവേഷൻ എന്താന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ നമ്മൾ അറ്റാച്ച് ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം. ഓക്കെ, ഇപ്പൊ ഇവിടെ കിതാബു ആയതുകൊണ്ട് കിതാബുഹു. പക്ഷെ എന്നാൽ കിതാബി എന്ന് വരുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. ഒരു ഉദാഹരണം, ഫി കിതാബിഹി. ഫി വരുമ്പോൾ കിതാബു എന്നുള്ളത് കിതാബി ആയി മാറും. ആ റൂൾസ് ഇപ്പൊ നിങ്ങൾ പഠിക്കേണ്ട, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം ഈ അറ്റാച്ച്മെന്റിന്റെ തൊട്ട് മുമ്പുള്ള ലെറ്റർ കെസ്രയോ അല്ലെങ്കിൽ യാओ. ഓക്കെ, കെസ്ര മദ്ദല്ലേ, അതായത് കിതാബി, കിതാബി എന്നൊക്കെ പറയുമ്പോൾ ഇതെന്താവും, ഹു എന്നുള്ളത് ഹി ആയിട്ട് മാറും. അങ്ങനെ വരുന്ന 3 സിറ്റുവേഷൻസ് ആണുള്ളത്. ഹുവയുടെ ഹു, ഹുമ്മിന്റെ ഹും, അതുപോലെ ഹുന്നയുടെ ഹുന്ന. ഇത് 3ഉം അതിന്റെ തൊട്ട് മുമ്പുള്ള ലെറ്റർ കെസ്രയാണെങ്കിൽ ഇത് ഹി, ഹിം, ഹിന്ന എന്നായിട്ട് മാറും. ഈ അറ്റാച്ച്മെന്റ്സ് എല്ലാവരും ശരിക്കും പഠിച്ചു വെക്കുക. ഓക്കെ, ഹു എന്ന് പറഞ്ഞാൽ അവന്റെ, ഹും എന്ന് പറഞ്ഞാൽ അവരുടെ, അതായത് പുല്ലിംഗം. ഓക്കെ, ഹ എന്ന് പറഞ്ഞാൽ അവളുടെ,
ഹുന്ന എന്ന് പറഞ്ഞാൽ അവരുടെ സ്ത്രീലിംഗം. അപ്പൊ ഹുന്ന ഹിന്ന അല്ല, ഹി ഹിം ഹിന്ന എന്നുള്ളത് ഓർത്തു വെക്കുക, അങ്ങനെയും വരാം. പിന്നെ അന്തയുടെ അതിന് പകരം ഖ എന്ന് വരും. കിതാബുക്ക നിന്റെ പുസ്തകം, അൻതും കിതാബുക്കും നിങ്ങളുടെ പുസ്തകം. ഇവിടെ നിങ്ങൾ പുല്ലിംഗ ബഹുവചനാണ്. ഓക്കെ, അൻതി കിതാബുക്കി, ഒരു പെണ്ണിനോട് പറയാം നിന്റെ പുസ്തകം എന്ന് പറയുമ്പോൾ കിതാബുക്കി എന്നാണ് പറയാം. അൻതുന്ന കിതാബുക്കുന്ന, കുറച്ച് സ്ത്രീകളോട് പറയുമ്പോൾ നിങ്ങളുടെ പുസ്തകം എന്ന് പറയുമ്പോൾ കിതാബുക്കുന്ന എന്ന് പറയും. എന്റെ ആണെങ്കിൽ കിതാബി, യാ ആണ് ആഡ് ചെയ്യാം. ഓക്കെ, നെഹ്നു എന്ന് പറയുമ്പോൾ കിതാബു ന. അപ്പം നമ്മള് ഉമ്മി അല്ലെ അബി എന്നൊക്കെ പറയുന്നത് എന്താണ്? എന്റെ ഉമ്മ. ഓക്കെ, യാ അവസാനം ആഡ് ചെയ്യുന്നതാണ്. കിതാബുന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങളുടെ പുസ്തകം. ഈ സംഭവം, ഈ അറ്റാച്ച്മെന്റ്സ് ഇസ്മിന്റെ കൂടെ വരാം. മനസ്സിലായോ? എന്റെ ബുക്ക്, എന്റെ പേന എന്നൊക്കെ പറയാൻ വേണ്ടി വരാം. ഫെയലിന്റെ കൂടെ വരാം. ഓക്കെ, ഇപ്പം നമ്മള് ഉദാഹരണങ്ങൾ, ഓക്കെ, ഫെയിൽ അറ്റാച്ച്മെന്റിന്റെ സമയത്ത് അത് പറയാം. ഓക്കെ, ഫെയിലിന്റെ കൂടെ വരാം, ഈവൻ ഹർഫിന്റെ കൂടെയും വരാം. ഓക്കെ, മിന്ന ലെന എന്നൊക്കെ പറയുന്ന പോലെ ഹർഫിന്റെ കൂടെയും വരാം. ഫെയിലിന്റെ അറ്റാച്ച്മെന്റ്സ് ആണ് നമുക്ക് ശരിക്കും ഇത് രണ്ടും കമ്പൈൻ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഉള്ള പ്രയാസം ഫെയിലിന്റെ അറ്റാച്ച്മെന്റ് ആയിരുന്നു. അപ്പൊ ഞാൻ അത് ആ സമയത്ത് പറയാം. അപ്പം ഇതിനൊക്കെ നമ്മൾ കുറെ ഉദാഹരണങ്ങളൊക്കെ കണ്ടു ഖുറാനിൽ നിന്ന്. പുതിയ ആൾക്കാര് പഴയ റെക്കോർഡിങ്സ് പോയി കേൾക്കുക. പിന്നെ അടുത്തത് എന്താ? ഇനി കുറച്ച് ഹർഫുകൾ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് ഹർഫുകളുടെ കൂടെ ഈ ഒരു അറ്റാച്ച്മെന്റ്, ഓക്കെ, ഹുവ, ഹു, ഹി, ഹിയ, ഹ, ഹും, ഹും, ഹിം, അങ്ങനെയുള്ള അറ്റാച്ച്മെന്റ്സ്, ഇതുപോലെയുള്ള ഹർഫുകൾ, ല, ഓക്കെ, ല എന്ന് പറഞ്ഞാൽ ക് അല്ലെങ്കിൽ ന് എന്നാണ്. ഓക്കെ, ലില്ലാഹി എന്ന് പറയുന്നത് ല പ്ലസ് അള്ളാഹി ആണ്. ഓക്കെ, ലില്ലാഹി എന്ന് പറയുന്നത്. ല എന്ന് പറയുന്നത് സോറി, ഒരു നോർമൽ ഇസ്മ ആണെങ്കിൽ അത് ലീ വരും. ഇവിടെ ഇത് ഹർഫ് അല്ല കേട്ടോ. ഇത് ഞാൻ പലർക്കും കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ലാമിന്റെ കൂടെ അറ്റാച്ച്ഡ് പ്രൊനൗൺ വരുമ്പം, അതായത് ഹു, ഹ, ഹും ഒക്കെ വരുമ്പം അത് ലാ ആയി മാറും. നോർമൽ ഇസ്മകളാണെങ്കിൽ ലീ ആയിട്ട് മാറും. ഓക്കെ, ലില്ലാഹി എന്നാല് അവന് വേണ്ടി എന്ന് പറയുമ്പം അത് ലഹു എന്നാണ് പറയുക, ലിഹു എന്ന് പറയൂല. ഓക്കെ, ലഹു, ലഹ, ലഹും, ലഹുന്ന. എന്നാൽ അതിന്റെ കൂടെ സാധാരണ ഒരു ഇസ്മാണ് വരുന്നതെങ്കിൽ ലി മുഹമ്മദിൻ, ലില്ലാഹി, ഓക്കെ, ലി കിതാബി എന്നാണ് വരാം. പിന്നെ അലക്ക് അറ്റാച്ച്മെന്റ് കൊടുക്കുമ്പോൾ അതിന്റെ ഇടയ്ക്കൊരു യാ വരും. അലിഹി, അലിഹ, അലിഹി അവന്റെ മേൽ, അലിഹ അവളുടെ മേൽ, അലിഹിം അവരുടെ മേൽ, അങ്ങനെ. അതേപോലെ ഫി, ഇതിനൊക്കെ യാ അവസാനം വരുന്നതുകൊണ്ട് ഈ അലേഹു വരാത്തത്. ഓക്കെ, നമ്മൾ പറഞ്ഞല്ലോ ഹു, ഹും, ഹുന്ന, ഇതിന് മൂന്നിനും ഹി, അതായത് കെസ്ര വരെ, അതിന്റെ തൊട്ട് മുമ്പ് ഒന്നെങ്കിൽ കെസ്ര അല്ലെങ്കിൽ യാ വന്നു കഴിഞ്ഞാൽ അതൊക്കെ എന്തായി മാറും? ഹു, ഹും, ഹുന്നാക്ക് പകരം ഹി, ഹിം, ഹിന്ന ആയിട്ട് മാറും. അപ്പൊ അലൈന്റെ കൂടെ അലേഹിം, അലേഹിന, അലേഹിന എഴുതാം. അതേപോലെ ഫീന്റെ കൂടെ ആണെങ്കിൽ ഫീഹി, ഫീഹിം, ഫീഹിനെയാണ്. ബാക്കിയൊക്കെ അതേപോലെ ഫീഹ, ഫീക്ക, ഫീക്കും, അങ്ങനെ. ഞാൻ സ്പീഡിലാണ് പറഞ്ഞു പോണത്. പുതിയ ആൾക്കാർക്ക് ഇത് പെട്ടെന്നൊന്നും ക്യാച്ച് ചെയ്യാൻ പറ്റില്ലായിരിക്കും. നിങ്ങൾക്ക് റെക്കോർഡിങ്സ് കാണുമ്പോൾ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. പിന്നെ ഇന്ന, അതുപോലെ ഇന്ന ഹു, ഇന്ന ഹ, ഇന്ന ഹും. ഇന്ന എന്ന് പറഞ്ഞാൽ നിശ്ചയമായും, ബി കൊണ്ട്, ബിഹി, ഇവിടെയും കണ്ടോ കെസ്ര വന്നതുകൊണ്ട് ബിഹി. ഓക്കെ, ബിഹ, ബിഹിം, ബിഹിന്ന. പിന്നെ മിൻ, മിൻഹു, മിൻഹ, മിൻ എന്ന് പറഞ്ഞാൽ നിന്ന്, മിൻഹും, മിൻഹുന്ന. ഇലക്കാണെങ്കിലും യാ ആഡ് ചെയ്യും. അപ്പം ഇലൈഹി, ഇലൈഹിം എന്നൊക്കെ ആയിട്ട് മാറും. പിന്നെ മഅ എന്ന് പറയുന്ന വാക്കിന്റെ കൂടെ മഅ എന്ന് പറഞ്ഞാൽ കൂടെയാണ്. മഅഹു, മഅഹ, അങ്ങനെ. ഇതുപോലെ നമ്മൾ ഖബ്ല, ബഅദ എന്നൊക്കെ പറഞ്ഞ കുറെ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തഹ്ത, ഫൗഖ, ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് ഖുറാനിൽ വരുന്നതുകൊണ്ടാണ് അതൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത്. ഖൽഫ, ഓക്കെ. അപ്പൊ അതൊക്കെ
ഒന്ന് പോയിട്ട് പുതിയ ആൾക്കാരൊന്നും കൂടെ പോയി കാണാം, പഴയ ആൾക്കാരും ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വെക്കുക. കാരണം നമുക്ക് 1 മുതൽ 8 വരെ ഉള്ളതിന്റെ ഒരു ടെസ്റ്റ് എന്തായാലും ഉണ്ടാവും. എപ്പോഴെങ്കിലും നമുക്ക് ഒരു തഫ്സീർ എടുക്കാൻ ബുദ്ധിമുട്ടുള്ള വീക്കോ അല്ലെങ്കിൽ വലിയ പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള വീക്കോ എപ്പോഴാന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് അത് ഷെഡ്യൂൾ ചെയ്യാം. അതിനായിട്ട് ഇപ്പം നമ്മളൊരു വീക്ക് കളയണ്ട. ഓക്കെ. അപ്പം അതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പഠിച്ചത്. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് സെക്കൻഡ് പാർട്ടിന്റെ ഇൻട്രോയില് നമ്മൾ കുറച്ച് അറബി ഗ്രാമർ അല്ല അറബി ഭാഷയുടെ പ്രത്യേകതകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. നമ്മൾ ശരിക്കും സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഫെയല് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ. അറബിയില് ഫെയല അല്ലെങ്കിൽ ക്രിയ അല്ലെ, ഇസ്മ ഫെയല ഹർഫ് നമ്മൾ പറഞ്ഞ 3 ടൈപ്പ് വാക്കുകളാണ്. ഫെയല 3 ടൈപ്പാണ്. അതായത് പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ് അതായത് ഫെയല് മാദി, പ്രസന്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ടെൻസ് ഫെയല് മുദാരി, പിന്നെ അമ്ര കമാൻഡ് കൽപ്പന. ഓക്കെ. കഴിഞ്ഞു പോയത് ഫെയല് മാദി, നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ വരാനിരിക്കുന്നത് ഫെയല് മുദാരി, കൽപ്പന വാക്കുകൾ അതായത് നീ അത് ചെയ്യ് എന്നൊക്കെ പറയുന്നത് ഫെയല് അമ്ര. ഇതിൽ ഓരോന്നിനും അപ്പൊ ഫഅല എന്നുള്ള വാക്ക്, ഫഅല എന്ന് പറഞ്ഞാൽ ചെയ്തു എന്നാണ്. ഇതിന് തന്നെ ഫെയല് മാദിയിൽ 14 ഫോമുകളുണ്ട്, മുദാരിയിൽ 14 ഫോമുകളുണ്ട്, അമ്രയിൽ 14 ഫോമുകളുണ്ട്. പ്ലസ് ഈ ഫഅല തന്നെ ഫഅല ഫഅല അഫ്അല എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഡെറിവേഷൻസ് ഉണ്ട്, കുറെ വാക്കുകൾ ചെറിയ ചെറിയ അർത്ഥ വ്യത്യാസത്തിൽ വരും. അതിനുമുണ്ട് ഇതുപോലെ 14 14 6 വാക്കുകൾ. അങ്ങനെ നോക്കുമ്പം ഭയങ്കര റിച്ച് ആയിട്ടുള്ള വാക്കാണ് അറബി, വാക്കുകളുള്ള ഒരു ഭാഷയാണ് അറബി. ഏകദേശം 1.5 ലക്ഷത്തോളം വാക്കുകളിൽ നിന്ന് ബാക്കിയൊക്കെ ഡെറൈവ് ചെയ്ത് കൊണ്ടുവരാണ്. അതേസമയം സിമ്പിൾ ആണ്. നിങ്ങൾ ചോദിക്കേണ്ടോ ഇത്രയും കോംപ്ലിക്കേഷൻ ഉള്ള കാര്യത്തിനാണോ സിമ്പിൾ എന്ന് പറയുന്നത്? അപ്പം നമ്മൾ ഇംഗ്ലീഷിലൊക്കെ ആണെങ്കിൽ ഈ ഓരോ വാക്കും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അർത്ഥം പഠിച്ചു വെക്കണം. പക്ഷെ അറബിയിൽ ഈ ഒരു ഫഅല കിട്ടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ 14 14 28 6 34 വാക്കിന്റെയും അർത്ഥം, അതായത് ഈ ഒരു ഫോമാറ്റിംഗ്, അപ്പൊ ഇത് നമ്മൾ മാദി പഠിച്ചപ്പോൾ നിങ്ങൾക്ക് അറിയാം അല്ലെ, കാല കാലു, ആ ഒരു ഫോമാറ്റിൽ വേറെ ഏത് വാക്ക് വന്നു കഴിഞ്ഞാലും അതിന്റെ റൂട്ടിന്റെ അർത്ഥം കിട്ടിയാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും അത് അവര് ചെയ്തതാണോ അവർ ചെയ്തതാണോ മറ്റവര് ചെയ്തതാണോ അല്ലെ. അപ്പൊ ഇവിടെ ഒരു ഫഅലന്റെ മീനിങ് കിട്ടിക്കഴിഞ്ഞാൽ ഈ 34 വേർഡിന്റെ മീനിങ് നിങ്ങൾക്ക് കിട്ടി. ഇംഗ്ലീഷിൽ 34 വാക്ക് പഠിക്കുക നിങ്ങൾ അല്ലെ, അതിന് പകരം ഇവിടെ ഒറ്റ വാക്കോട് 34 വാക്കിന്റെ അർത്ഥം കിട്ടി. 34 അല്ല, ഇതിന്റെ ഒക്കെ ഡെറിവേഷൻസ് വരും, ഏകദേശം ഒരു 200ഓളം വരും. സുബ്ഹാനല്ലാഹ്. അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ സിമ്പിൾ തന്നെയാണ്. ഒരു വാക്കിന്റെ അല്ലെങ്കിൽ ഒരു റൂട്ടിന്റെ അർത്ഥം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊക്കെ മനസ്സിലാവും. സുബ്ഹാനല്ലാഹ്. റിച്ച് ആണ്, സിമ്പിൾ ആണ്, അതേപോലെ ബ്യൂട്ടിഫുൾ ആണ്. ബ്യൂട്ടിഫുൾ ആണെന്ന് പറയാനുള്ള കാരണം ഒരേ വാക്കിന് ഓരോ കോണ്ടെക്സ്റ്റിലും, അതായത് ഇപ്പം നമ്മളെ ഭയം, ആ ഒരു സമയം നമ്മളിത് പറയുന്ന സമയത്തിനുള്ളിൽ തന്നെ നമ്മളെ ഭയത്തിന് ഇത്രയും വാക്കുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. തഖ്വ, റഹബ്, ഖുശൂ, ഖശ്യ, ഖൗഫ്, ഈ ഓരോ ഭയത്തിന്റെയും ഡെഫിനിഷന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എല്ലാം വെറും ഭയങ്ങളല്ല അല്ലെ. തഖ്വ എന്ന് പറഞ്ഞ ഒരു ഷീൽഡാണ്. അള്ളാഹുവിന്റെ ശിക്ഷയെ പേടിച്ചിട്ട് നമ്മൾ നമുക്ക് ചുറ്റും എന്താ പടച്ചട്ട അണിയാണ് അല്ലെ. അതായത് അള്ളാഹുവിന് ഇഷ്ടമുള്ളത് മാത്രം ചെയ്യുകയും അള്ളാഹു വിലക്കിയത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ഭയമാണ് തഖ്വ. അതുപോലെ ഖുശൂ എന്ന് പറഞ്ഞ ഹൃദയത്തിലുള്ള ഭയം ശരീരത്തിന്റെ അവയവങ്ങളിലേക്ക് വ്യാപിക്കുന്നതാണ് ഖുശൂ അല്ലെ. അങ്ങനെ ഓരോ ഭയത്തിനും അതിന് മീനിങ് വ്യത്യാസമാണ്. അത് ഓരോ കോണ്ടെക്സ്റ്റിൽ യൂസ് ചെയ്യുമ്പം കിട്ടുന്ന ഒരു ഭംഗി വേറെ തന്നെയാണ്. അപ്പം അത്രയും ഭംഗിയുള്ള ഒരു ഭാഷയും കൂടിയാണ് അറബി. പിന്നെ നമ്മള് ഫെയല് ഞാൻ പറഞ്ഞു മാദി, മുദാരി, അമ്ര ഉണ്ട്. അതിനകത്ത് മാദിയിൽ കടന്നിട്ടുണ്ടായിരുന്നു അല്ലെ. മാദി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞത്. അതിൽ നമ്മൾ ഫഅല എക്സാമ്പിൾ എടുത്തു. അപ്പം ഫഅലയുടെ ഡിഫറെന്റ് ഫോർമാറ്റ്സ് ഇവിടെയും നമ്മൾ ഹുമ, അതായത് 2 പേര് ചെയ്തു എന്നുള്ള ആ ഒരു സംഭവം സ്കിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് എടുത്തത്. ഓക്കെ. അപ്പം ഹുവ അവൻ ചെയ്തു, ഫഅല, ഹും അവർ ചെയ്തു, ഫഅലു, ഹിയ അവൾ ചെയ്തു, ഫഅലത്ത്. അങ്ങനെ നമ്മൾ അത് പഠിച്ചു വെച്ചു. എന്നിട്ട് പിന്നെ നമ്മൾ ചെയ്തത് വളരെ കോമൺ ആയിട്ടുള്ള വാക്ക് ഖാല. ഓക്കെ. ഖാഫ് വാവ് ലാം ഖൗല, അതിന്റെ ഈ കോൺജുഗേഷൻസ്, ഈ ഫോമുകൾ നമ്മൾ എഴുതി. ഫഅല പോലെ ഖാല, ഫഅലു, ഖാലു, ഫഅലത്ത്, ഖാലത്ത് എന്ന് നമ്മൾ എഴുതി. അതിനൊക്കെ നമ്മൾ എക്സാമ്പിൾസ് കണ്ടു ഖുർആനിൽ നിന്ന്. പിന്നെ
പിന്നെ നമ്മൾ ഓരോ പേജ് എടുത്തിട്ട് അതിനകത്തുള്ള എന്താണ് മാദികൾ ഐഡന്റിഫൈ ചെയ്യായിരുന്നു അല്ലെ. എല്ലാവരും സ്വയം നമ്മൾ തന്നെ എല്ലാവരും കൂടെ എക്സസൈസ് ചെയ്തിരുന്നു. മാഷാഅല്ലാ എല്ലാവരും എൻജോയ് ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു അത്. അക്കൂട്ടത്തിൽ നമ്മൾ കുറച്ച് കോമൺ ആയിട്ട് വരുന്ന വേറൊരു വാക്കാണ് കാഫ് വാവ് നൂൻ. ഓക്കെ, ക്യാന, ക്യാനു, ക്യാനത്ത് അല്ലെ, ആയിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട്, യൂസ് ടു അങ്ങനെ ആയിരുന്നു, അവരങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് ക്യാന. അപ്പൊ ക്യാനയുടെ ഡിഫറെന്റ് ഫോർമാറ്റ്സ്, ഡെറിവേഷൻസ് നമ്മൾ കണ്ടു. അത്രയാണ് നമ്മൾ പാർട്ട് 8 വരെ ചെയ്തത്. എന്നിട്ട് പാർട്ട് 8ന്റെ ടെസ്റ്റ് ചെയ്തപ്പോൾ ടെസ്റ്റിൽ നമുക്ക് കുറച്ച് ഒരു എന്താ പറയാ കൺഫ്യൂഷൻ ഉണ്ടായിരുന്ന ഒരു കാര്യം എന്ന് വെച്ചപ്പം ഒരു എക്സാമ്പിൾ റസഖ്നഹും. ഓക്കെ, റസഖ്നഹും എന്നുള്ള വാക്ക് ഇവിടെ ഇങ്ങനെ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നമ്മൾ റൂട്ട് കണ്ടുപിടിച്ച് അതിന്റെ സബ്ജക്റ്റ് ആരാന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതിന്റെ ആ ഒരു കുഞ്ഞ് ഒരു കാര്യം. അതായത് ഇതിൽ നിന്ന് ഹുമ്മിനെ സെപ്പറേറ്റ് ചെയ്യണം. ഈ ഹും എന്ന് പറയുന്നത് നമ്മളിപ്പോ തൊട്ട് മുമ്പേ കണ്ടു കഴിഞ്ഞാൽ ദൊമീർ മുത്തസിലാണ്. ചില വാക്കുകളിൽ ഇങ്ങനെ ദൊമീർ മുത്തസ് ദൊമീറുകൾ അറ്റാച്ച് ചെയ്ത് വരും. ഞാൻ പറഞ്ഞില്ല, ഇസ്മിനും ഫേലിനും ഹർഫിനും ദൊമീറുകൾ അറ്റാച്ച് ചെയ്ത് വരും. അപ്പം ഇവിടെ ഇത് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയാണ് മാദി. ഓക്കെ, ഇത്രയും മാദി ആവുമ്പോൾ ഇതിന്റെ സബ്ജക്റ്റ് ആരാണ്? നഹ്നു ആണ്. പക്ഷെ മൊത്തത്തിൽ റസഖ്നാഹും എന്ന് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളോട് മാദി അല്ല ഇതിന്റെ സബ്ജക്റ്റ് കർത്താവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹും എന്ന് എഴുതാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ശരിക്കും റസഖ്ന എന്നുള്ളതാണ് ഫഅൽന ഫോമാറ്റ്. നഹ്നു ഞങ്ങൾ ചെയ്തു, അല്ലെങ്കിൽ എന്താണ് നാം റിസ്ക് നൽകി അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണത് നാം റിസ്ക് നൽകി. അപ്പം ഇത്രയാണ് മാദി. ഇതിൽ നിന്ന് നമ്മൾ ദമീർ മുത്തസിൽ മാറ്റണം. അപ്പോഴേ ഉള്ളൂ നമുക്ക് ഇതിന്റെ സബ്ജക്റ്റ് ആരാണ് നമുക്ക് കിട്ടുള്ളൂ. അപ്പം ഈ ഒരു കാര്യമാണ് എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞത്. അത് സെപ്പറേറ്റ് ചെയ്യുന്നത് എക്സാം എഴുതി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അപ്പൊ അതും കൂടെ വെച്ചിട്ടൊരു എക്സാം വേണം. അതായത് നമ്മുടെ ഫസ്റ്റ് എക്സാമും സെക്കൻഡ് എക്സാമും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു എക്സാം. ഇൻഷാല്ലാ അതാണ് ഞാൻ പറഞ്ഞത്. എപ്പോഴെങ്കിലും നമുക്കൊരു ഗ്യാപ്പ് കിട്ടുമ്പോൾ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പം അത്രയാണ് നമ്മൾ 2 പാർട്ടായിട്ട് ചെയ്തത്. ഇനി നമുക്ക് 3ാമത്തെ പാർട്ടിലേക്ക് ജസ്റ്റ് ഒന്ന് കാലെടുത്ത് വെക്കാം. ഒരുപാട് ഡീറ്റെയിൽസിലേക്ക് നമ്മൾ ഇപ്പൊ പോണില്ല, അടുത്തടുത്ത ക്ലാസ്സുകളിൽ എടുക്കാം. ഇപ്പൊ ഫെയല് മാദി നമ്മൾ കണ്ടു അല്ലെ, ചെയ്തു അല്ലെ, അവൻ ചെയ്തു എന്ന് പറയുന്ന ഫെയല് മാദി നമ്മൾ കണ്ടു. ഇനി നമുക്ക് മുദാരിയിലേക്ക് ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കാം. ഓക്കെ, മുദാരി എന്ന് പറയുമ്പോൾ ചെയ്യുന്നു, ചെയ്യുന്നു, അത് പ്രസന്റ് ടെൻസ് ആണ്, നടന്നുകൊണ്ടിരിക്കുന്ന. ഈവൻ ഫ്യൂച്ചറിനും ഉപയോഗിക്കും കേട്ടോ, ഭാവി പറയാനും ഉപയോഗിക്കും. ഭാവിന്റെ കാര്യത്തിലേക്ക് നമ്മളിപ്പോ തൽക്കാലം പോകണില്ല, ഇപ്പൊ നമുക്ക് പ്രസന്റ് ടെൻസിൽ നിൽക്കാം. അപ്പം ഫ്യൂച്ചർ ടെൻസ് പ്രസന്റ് ടെൻസിന് ഉപയോഗിക്കുന്ന വാക്കുകളാണ് മുദാരി. അതിനും ഈ പറഞ്ഞ പോലെ ഫഅല, ഫഅലു, ഫഅലത്ത് എന്ന പോലെ എന്താണ് ഒരു ഫോമാറ്റ് ഉണ്ട്. ആ ഒരു സ്കെയിൽ ഉണ്ട്. ആ സ്കെയിൽ വെച്ചിട്ടാണ് എപ്പോഴും അതുപോലെയുള്ള വാക്കുകൾ വരാം. അപ്പം ആദ്യം നമുക്ക് ഫഅല സ്കെയിൽ പഠിക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ കാലയുടെ ഈ സ്കെയിൽ കൊടുത്തിട്ട് അതിനുള്ള എക്സാമ്പിൾസ് നമുക്ക് നോക്കി വരാം. അപ്പൊ ഇന്ന് നമ്മൾ ഈ ഒരു സ്കെയിലിൽ നമ്മൾ മുളാരി എഴുതാണ്. അപ്പം ഇവിടെയും ഞാൻ എടുത്തു പറയാണ്, ഹുമ ഫോമാറ്റ് ഒഴിവാക്കിയിട്ടാണ് എഴുതുന്നത്. ഓക്കെ, 2 പേര് അൻതുമ ഹുമ ഒഴിവാക്കിയിട്ടാണ് എഴുതുന്നത്. അപ്പം ഹുവ അവൻ ചെയ്തു എന്ന് പറയുമ്പോൾ ഫഅല അവൻ ചെയ്യുന്നു എന്ന് എങ്ങനെയാണ് പറയാ? യഫ്അലു. ഓക്കെ, ഇത് നമുക്ക് പച്ചവെള്ളം പോലെ ആവേണ്ട കാര്യമാണ് കേട്ടോ. കുറേ പ്രാവശ്യം നമുക്ക് റിപ്പീറ്റ് ചെയ്ത് പറയണം, എക്സാം എഴുതണം, ഖുറാനിൽ കണ്ടുപിടിക്കണം, ഒക്കെ ചെയ്യണം. ഇപ്പം എഴുതി പോവാം. യഫ്അലു എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു. യഫ്അലൂന അവർ പുരുഷന്മാർ. ഓക്കെ, അവർ ചെയ്യുന്നു. യഫ്അലു യഫ്അലൂന, ഫഅല ഫഅലു എന്ന് പറയുന്ന പോലെ യഫ്അലു യഫ്അലൂന. ഓക്കെ, യുഖീമൂന, യുഅ്മിനൂന എന്നൊക്കെ നിങ്ങൾ കാണുന്നില്ലേ, അതൊക്കെ ഈ വർഗത്തിൽ പെടുന്ന ഐറ്റംസ് ആണ്. നമുക്ക് അതൊക്കെ കാണാം ഇൻഷാ അല്ലാഹ്. ഇനി ഹിയ,
അവൾ ചെയ്തു എന്ന് പറയുന്നത് ഫഅലത്ത്. അവൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തഫ്അലു. ഓക്കെ. ഇനി അവർ സ്ത്രീകൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ യഫ്അൽന. ഇവിടുത്തെ മീനിങ്ങിലുള്ള എന്താണ് സബ്ജക്റ്റുകളൊക്കെ നിങ്ങൾ ഇവിടുന്ന് എടുക്കണം. ഓക്കെ. അവൻ ചെയ്യുന്നു, അവർ ചെയ്യുന്നു, ഈ സബ്ജക്റ്റും ഈ മീനിങ്ങും കൂട്ടിയിട്ട് എടുക്കുമ്പോഴാണ് ഈ വാക്ക് കിട്ടുക. ഓക്കെ. അവൻ പ്ലസ് ചെയ്യുന്നു യഫഅലു, അവർ പുല്ലിംഗം പ്ലസ് ചെയ്യുന്നു യഫഅലൂന. ഓക്കെ. അങ്ങനെയാണ് ഇതിന്റെ മീനിങ്. ഞാൻ മീനിങ് സെപ്പറേറ്റ് എഴുതുന്നില്ല. ഇനി അൻത, നീ. നീ ഒരു പുരുഷൻ, അവന്റെ അടുത്ത്, ഒരു പുരുഷന്റെ അടുത്ത് നീ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇവിടെയും തഫഅലു തന്നെയാണ്. ഓക്കെ. ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്തു വെക്കണം. ഇത് റിപ്പീറ്റിംഗ് ആണ്. തഫഅലു അതായത് സ്ത്രീലിംഗ അവൾ. ഓക്കെ. അവൾ ചെയ്യുന്നതും നീ ഒരു പുരുഷൻ ചെയ്യുന്നതും രണ്ടും തഫഅലു ആണ്. അത് എല്ലാവരും മനസ്സിലാക്കി വെക്കണം. കോണ്ടെക്സ്റ്റിനനുസരിച്ചാണ് നമ്മൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കുക. ഓക്കെ. രണ്ടും തഫഅലു ആണ്. അടുത്തത് അൻത നമ്മൾ പറഞ്ഞു. ഇനി അൻതും, നിങ്ങൾ പുരുഷന്മാർ ചെയ്തു. തഫഅലൂന. ഇനി അൻതി, നീ ഒരു സ്ത്രീ ചെയ്തു. തഫ്അലീന. കുറേ ഉണ്ടല്ലോ, പഠിക്കണല്ലോ എന്നൊന്നും വിചാരിച്ച ആരും ബേജാറാവണ്ട. നമുക്ക് പറഞ്ഞത് തന്നെ വീണ്ടും 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 പറഞ്ഞ് വീണ്ടും അപ്ലൈ ചെയ്ത് ഖുറാനിൽ നിന്ന് എക്സാമ്പിൾസ് ഒക്കെ എടുത്ത് ടെസ്റ്റ് ഒക്കെ എഴുതി അങ്ങനെ 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 മെല്ലെ അത് എളുപ്പമാക്കി മാറ്റാം. ഓക്കെ. ഇപ്പൊ തന്നെ ആരും പേടിച്ചോടൊന്നും വേണ്ട. പുതിയ ആൾക്കാരുടെ അടുത്താണ്. പണ്ട് അറിയാവുന്ന ആൾക്കാർക്ക് ഇത് പച്ചവെള്ളം പോലെ അറിയുന്ന ഒരു കാര്യമാണ്. അവർക്കിത് കേൾക്കുമ്പോൾ പുച്ഛ തോന്നുക. സുബ്ഹാനല്ലാഹ്. അപ്പൊ പുതിയ ആൾക്കാർ പേടിക്കുകയേ വേണ്ട. നമുക്ക് മെല്ലെ 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 നമുക്കതങ്ങ് സിസ്റ്റത്തിലേക്ക് അങ്ങോട്ട് കൊടുക്കാം ഇൻഷാ അല്ലാഹ്. ഇനി അൻതി അതായത് നീ ഒരു സ്ത്രീ ചെയ്തു. തഫഅലീന, ഫഅൽതി എന്ന് പറഞ്ഞാൽ നീ ചെയ്തു. തഫഅലീന എന്ന് പറഞ്ഞാൽ നീ ചെയ്യുന്നു, ഒരു സ്ത്രീ. ഇനി അൻതുന്ന എന്ന് പറയുമ്പോൾ തഫ്അൽന. തഫ്അൽന. ഇനി ഞാൻ, ഞാൻ ചെയ്തു എന്ന് പറഞ്ഞത് ഫഅൽതു ആയിരുന്നു അല്ലെ. ഞാൻ ചെയ്യുന്നു എന്ന് പറയുന്നത് അഫ്അലു. ഞാൻ ചെയ്യുന്നു എന്ന് പറയുമ്പം അഫ്അലു. ഞങ്ങൾ ചെയ്യുന്നു എന്ന് പറയുമ്പം നഫ്അലു. ഞാൻ ചെയ്യുന്നു അഫ്അലു, ഞങ്ങൾ ചെയ്യുന്നു നഫ്അലു. ഇവിടെ നമുക്ക് ജസ്റ്റ് ഒരു കാര്യം ഓർത്തു വെക്കാനുള്ളത് ഈ ഒരു സംഭവമാണ്. തഫാലു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവൾ ചെയ്യുന്നു എന്നും മീനിങ് ഉണ്ട്, നീ ഒരു പുരുഷൻ ചെയ്യുന്നു എന്നും മീനിങ് ഉണ്ട്. സിറ്റുവേഷൻ അനുസരിച്ചാണ് അത് എടുക്കുക. നമ്മള് മാതി പറഞ്ഞപ്പോ ഒന്ന് തന്നെ ഉള്ളതില്ല, പക്ഷെ ഒരുപോലെയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. ഹുന്നയ്ക്ക് ഫഅൽന ഉണ്ട്, അതുപോലെ നെഹ്നുവിന് ഫഅൽന ഉണ്ട്. ഇത് രണ്ടും മാറിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ഫഅൽതു, ഫഅൽതി, ഫഅൽത. ഓക്കെ. അതൊന്ന് ശ്രദ്ധിക്കണം. അതുപോലെ ഫഅലത്ത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നു. പക്ഷെ ഇവിടെ എക്സാക്ട്ലി രണ്ടും സെയിം വാക്കാണ്, തഫഅലു തന്നെയാണ്. അത് നമ്മൾ കോണ്ടെക്സ്റ്റിനനുസരിച്ച് മനസ്സിലാക്കും. അപ്പം ഈ ഒരു കോൺജുഗേഷൻ, ഈ ഒരു ഫോംസ് മാത്രം മതി ഇന്ന് നമുക്ക്. ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ആക്കിയിട്ട് വരിക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിനെ മെല്ലെ അപ്ലൈ ചെയ്ത് നോക്കാം. കാലയിൽ അപ്ലൈ ചെയ്തിട്ട് എക്സാമ്പിൾസ് നോക്കാം. കാലയുടെ ഈ ഫോമാറ്റുകളൊക്കെ എഴുതി നോക്കി ഖുറാനിൽ നിന്ന് നമ്മൾ ഇതുവരെ പഠിച്ച ഭാഗത്ത് നിന്ന് പറ്റുമെങ്കിൽ എക്സാമ്പിൾസ് ഒക്കെ തപ്പിപ്പിടിച്ചെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ആഴ്ച അതൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആയിട്ട് പോവാം. ഓക്കെ. ഓരോരുത്തർ എക്സാമ്പിൾ പറയുമ്പോൾ നമുക്കത് കണ്ട് അങ്ങനെ പോവുകയും ചെയ്യാം ഇൻഷാ അല്ലാഹ്. അപ്പം ഇന്ന് ഇത്രയും ഇന്ന് കാര്യമായിട്ട് എടുത്തത് ഈ ഒരു പേജ് മാത്രമാണ്. ഇതുവരെയുള്ളൊക്കെ റിവിഷൻ ആയിരുന്നു, അതുകൊണ്ട് പഠിക്കാനൊന്നുമില്ല. പക്ഷെ ഈ ഒരു സംഭവം നിങ്ങൾ പഠിക്കണം. ഇത് പഠിച്ച് നമുക്ക് ഇതിന്റെ ഇനിയും ചെയ്യുമ്പോൾ നമുക്ക് നല്ല തറവാക്കാൻ പറ്റും ഇൻഷാ അല്ലാഹ്.
الحمد لله. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها وآخر دعوانا عن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.